ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഗോവ ഫ്ലൈയിങ് ഈസിയാണ്, ട്രെയിനൊക്കെ പോകാൻ പെട്ടെന്ന് പോകാം. ഗോവയിലെ ഹോട്ടൽസിന്റെ പകുതി പൈസയ്ക്ക് നിങ്ങൾക്ക് തായ്ലൻഡിലോ ഇന്തോനേഷ്യയിലോ പോയി താമസിക്കാം. ബാലി പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പൂൾ വില്ല കിട്ടും. ഗോവയിൽ ഒരു ബീച്ച് റിസോർട്ട് വേണമെങ്കിൽ മിനിമം 10,000 രൂപ കൊടുക്കണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോട്ടൽസിന്റെ ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. ഗോവയും പിന്നെ രണ്ടാമത്തെ ടാബിൽ നമ്മൾ ബാലിയും, ഓക്കെ, ഇന്തോനേഷ്യയിലെ ബാലിയും, മറ്റൊന്ന് നമ്മൾ മലേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ്. ഓക്കെ, ഈ 3 ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇവിടുത്തെ റേറ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു 1 മന്ത് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കൊരു 12 to 13 ഇടാം. ഓക്കെ, ഇതിപ്പം നോർമൽ ആയിട്ടുള്ള ഹോട്ടൽസിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമുക്കൊരു റിസോർട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഗോവ ഹൊറിസോൺ എന്ന് പറയുന്നതിന് 13,500, ഗോവ ഹെറിറ്റേജ് 14,500, ഈ 8,000, ഇതൊക്കെയാണ് ഗോവയിലെ അവസ്ഥ എന്ന് പറയാം. 16,000. സോ എന്തായാലും ശരി, 10,000 രൂപ ഉണ്ടെങ്കിലാണ് ഒരു റിസോർട്ട് ഗോവയിൽ എടുക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ബാലിയുടെ കേസ് നോക്കാം. ബാലിയിൽ വന്നിട്ട് നേരെ വന്നിട്ട് അത് റിസോർട്ട് കൊടുത്ത് നോക്കാം. അവിടെയും ഒരു 10 ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ്, അത്യാവശ്യം ഒരു 10 റേഞ്ചിൽ വരുന്നത്. ഇനി തായ്ലൻഡ് വന്നിട്ട് തായ്ലൻഡിലായാലും സെയിം അവസ്ഥയൊക്കെ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ സുജിത് ഭക്തൻ പറഞ്ഞ കാര്യം എത്രത്തോളം ക്ലിയർ അല്ല എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഗോവയിലെ റിസോർട്ട് നമ്മൾ നോക്കി, ബാലിയിലെ ഇന്തോനേഷ്യയിലെ നമ്മുടെ റിസോർട്ട്സിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. എന്നാൽ ഇച്ചിരിയും കുറവുള്ളത് ഇന്തോനേഷ്യ ബാലിയിലാണെന്ന് മാത്രം. അപ്പൊ ആ വീഡിയോയിൽ സുജിത് ഭക്തൻ പറഞ്ഞ ആ ഒരു കാര്യം ഏകദേശമൊക്കെ ഒരു 90% ഒക്കെ റോങ് ആണ്. ഓക്കെ.